ലേറ്റസ്റ്റ് എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്. ഹലോ നമസ്കാരം, എൻ്റെ പേര് ഋതു, തൊടുപുഴക്കാരെയാണ്. ഞാൻ എന്നോട് പറയുമ്പോൾ എൻ്റെ വീട്ടിലെ 2 VIP-കളെ കുറിച്ചാണ്. ഒന്ന് പട്ടിസാറും ഒന്ന് പൂച്ചസാറും. ഞാൻ പണ്ട് സ്കൂളിലോട്ട് വരുന്ന വഴിക്ക് പെട്ടെന്നൊരു ശബ്ദം. നിങ്ങൾ ആരെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? നോക്കിയപ്പോണ്ടല്ലോ ഒരു കുഞ്ഞി പൂച്ചക്കുഞ്ഞ്. ഞാൻ അതിനെയും ചൂണ്ടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് ചെന്ന വഴിക്ക് ഇതാണ്ട മുറ്റത്ത് നിൽക്കുന്നു വീട്ടിലെ പോരാളി. അപ്പൊ അമ്മ പറയാ, ഇതിനൊന്നും ഇവിടെ വേണ്ട, ഇവിടെ ഞാൻ ഇതിനെ കയറ്റത്തില്ല, എവിടെ നിന്നോണോ കിട്ടി അങ്ങോട്ട് കൊണ്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇത് കണ്ട കൂട്ടിലെ കൈസർ. ഇതേതാ യുദ്ധഭൂമിയിൽ പുതിയൊരു ബടൻ എന്നാ മറ്റുള്ളൊരു നോട്ടോ. അമ്മ പയ്യെ വന്ന് ചെമ്പരത്തിയുടെ അടുത്ത് കമ്പ് ഒടിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പയ്യെ പൂച്ചക്കുഞ്ഞ് നിലത്ത് വെച്ചിട്ട് ഞാൻ പയ്യെ പുറകോട്ട് ഓടി, പൂച്ച കയറി അകത്തേക്ക് ഓടി. പിന്നെ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഞാൻ കേൾക്കുന്നത്, ചച്ചടൂ അമ്മയുടെ മുത്തേ. ഞാനിതോട്ട് ഇതെന്താ പതിവില്ലാതെ അമ്മയ്ക്കൊരു സ്നേഹം. എന്താ അമ്മേ എന്നെ വിളിച്ചോ? നിന്നെ ആരെ വിളിച്ചത്? ഞാൻ എന്റെ കുഞ്ഞിനെയാണ് വിളിച്ചത്. അപ്പൻ ഇന്നലെ വന്ന പൂജ അമ്മയുടെ മടിയിൽ എനിക്കുള്ള പാലം കുടിച്ചിട്ടിരിക്കുന്നു. പുതിയ അന്ത്യവാസിയുടെ വരവോടുകൂടി വീട്ടിലെ പട്ടിസാറിന് തീരെ അങ്ങ് പിടിച്ചില്ല. നല്ല നാടൻ പൂച്ച, നാടായി നാട് കൂടി ഞാൻ കറങ്ങാൻ ഇറങ്ങും. എന്നെയൊക്കെ വഴി വെച്ച് കണ്ടാണ്ടല്ലോ, ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കത്തില്ല. വാലും പൊക്കി പിടിച്ച് ക്യാറ്റ് വാക്കിന് പോകുന്ന പോലെ ആറ്റിറ്റ്യൂഡ് ഇട്ടൊരു പോക്കാണ് പുള്ളിക്കാരി. അതൊക്കെ നമ്മുടെ കൈസർ സാറ്. ഞാനൊക്കെ വരുന്നത് നോക്കി എനിക്ക് കാണത്തില്ലായിരിക്കില്ലേ, പാലാട്ടിലാണ് പുള്ളിക്കാരൻ. നന്ദിയാണ് രമേശേട്ടാ മെയിൻ. പിന്നെ ഈ പൂച്ചസാറിനും പട്ടിസാറിനും ചില പ്രത്യേകതരം മെയിൻ ഹോബികളുണ്ടേ. അപ്പൊ നമുക്ക് പൂച്ചസാറിന്റെ മെയിൻ ഹോബികൾ, പുള്ളിക്കാരുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? മുറ്റത്ത് ഗോതമ്പ് അരി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് പുറത്ത് കയറി കിടന്നുറങ്ങുക, എന്നിട്ട് അത് വരുത്തുക, എന്നിട്ട് അടുത്ത വീട്ടിൽ പോയി മീൻ കക്കുക, എന്നിട്ട് ആ വീട്ടിലെ മുതലാളിയുടെ ബൈക്ക് സീറ്റ് അങ്ങ് മാന്തി പറിക്കുക. അത് മാത്രമല്ല, ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത ഓന്ത്, പക്ഷി ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളെ തട്ടിക്കളിക്കുക, കൊന്നുകൊണ്ടുവന്ന് തിന്നയിലിടുക. അത് മാത്രമല്ല, വിഷമുള്ള പാമ്പിനെ വരെ കട്ടിലടി കൊണ്ടുവിടാണ് നമ്മൾ അറിയുന്നത്. പട്ടിസാറും അത്ര മോശമൊന്നും അല്ല കേട്ടോ. മുറ്റം നീളെ അങ്ങ് കുഴി ഉണ്ടാക്കുക, എന്നിട്ട് ആ കുഴി കയറി കിടക്കുക. ഈ കുഴി പറമ്പിലുണ്ടാക്കുമായിരുന്നു, വല്ല വാഴ നട്ടു വെക്കായിരുന്നു. പിന്നെ ചെരുപ്പ് പുള്ളിയുടെ കൈ കിട്ടിയ പിന്നെ ഉണ്ടല്ലോ, നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ മുറ്റത്ത് നോക്കുമായിരുന്നേ. നോക്കിയപ്പോ പരിചയമില്ലാത്തൊരു ജോഡി ചെരുപ്പ്. കൈസർ നോക്കിയപ്പോ ആ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. പുള്ളി ഡീസന്റ് ആണേ. മാധവൻ കട്ടതൊന്നും ഈ ചേക്കിന്ന് പറഞ്ഞ് വിട്ടുപോകില്ലെന്ന് പറഞ്ഞാലേ, അടുത്ത വീട്ടിലെ ചെരുപ്പ് ഇവിടെയും കാണും, ഇവിടുത്തെ ചെരുപ്പ് അല്ലെ അടുത്ത പറമ്പിലോ അല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിലോ കാണും. അങ്ങനെ ഇരിക്കെ ഞാനിവിടെ കൺസെപ്റ്റിന്റെ ടൈമിൽ ഗ്രൂമിങ്ങിന് വന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഗ്രൂമേഴ്സ് പറഞ്ഞു, രമേശേട്ടാ മോഡുലേഷൻ പോരാ. അതൊക്കെ എന്റെ വീട്ടിൽ കുറിഞ്ഞെ കണ്ടു പഠിക്കണം. കുറിഞ്ഞ് കരയുന്നുണ്ടല്ലോ, ഓരോരോ മോഡുലേഷനാ. ഇപ്പൊ പുള്ളിക്കാരി ദേഷ്യമാണെങ്കിൽ പുള്ളിക്കാരി പാലിന് വേണ്ടി വരുവാണെങ്കിലേ ഈ മോഡുലേഷനാണ് പുള്ളിക്കാരിക്ക്. അങ്ങനെ ഇരിക്കെ എനിക്ക് വലിയൊരു മോഹം, ഒരു പേർഷ്യൻ ക്യാറ്റിനെ മേടിക്കാനായിട്ട്. ഞാൻ പേർഷ്യൻ ക്യാറ്റിനെ മേടിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. ക്യൂട്ട്നെസ് കുറച്ച് കൂടുതലായോണ്ട് അമ്മ 2 കൈ നീട്ടി പുള്ളിക്കാരെ സ്വീകരിച്ചു. പിറ്റേ ദിവസം പോലെ സന്ദർശകരായി. ഇതേതാ ഫോറിൻ മദാം എന്ന ലുക്കിലെ നാട്ടിലെ പ്രധാനികളായ കണ്ടംപൂച്ച വരെ മുന്നിൽ ക്യൂ ആയി. ഞാൻ ആദ്യമായിട്ട് ക്യൂ ആണെന്നതേ നമ്മുടെ ഇംപ്യൂറേജിന് മുന്നില്ല. പിന്നെ കണ്ടംപൂച്ചകൾക്കിടയിൽ സംസാര വിഷയമായി, ഈ പേർഷ്യക്കാരെ വളയ്ക്കാൻ ഏത് ഭാഷ പഠിക്കേണ്ടി വരും? സ്പോക്കൺ ഇംഗ്ലീഷിൽ പോയിട്ട് വരുമോ? അവർക്ക് തമ്മിൽ ആകെ ഒരു ഡിസ്കഷനായി. ഇനി ഏകാന്ത ചന്ദ്രികേ പാടി വളയ്ക്കേണ്ടി വരുമോന്ന്. അങ്ങനെ ഇരിക്കെ നാടൻപൂച്ചയോട് കൂട്ടുകൂടിയ പേർഷ്യൻകാരി ആകെ അങ്ങ് വഴിതെറ്റി പോകാൻ തോന്നി. ഒരു ഡിങ്കോൾഫിക്ക് ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ പേർഷ്യക്കാരിക്ക് വേണ്ടി ഒരു പേർഷ്യൻ സായിപ്പിനെ കണ്ടെത്താൻ തീരുമാനിച്ചു. അപ്പൊ അമ്മ കുറച്ച് കണ്ടീഷൻസ് എടുത്തുവാണേ. നല്ല പാലിന്റെ കളറായിരിക്കണം, നല്ല പൂച്ചക്കണ്ണായിരിക്കണം, പിന്നെ നല്ല നീളവും വലിപ്പം ഉണ്ടായിരിക്കണം. പാലിനാട്ടോ ഉദ്ദേശിച്ചേ. അങ്ങനെ ഒരു പേർഷ്യൻ സായിപ്പിനെ പുള്ളിക്കാരിക്ക് വേണ്ടി കണ്ടെത്തി. അങ്ങനെ ഞാൻ ക്യൂട്ടീനെ ആയിട്ട് കൊണ്ടാക്കി കഴിഞ്ഞ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയാലോ. അവരമ്മ ഡിങ്കോൾഫിയായി, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു, കാര്യമൊക്കെ സാധിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യൂട്ടി വിശേഷം അറിയിച്ചു. അങ്ങനെ ഇരിക്കെ പ്രഗ്നന്റ് ആയ സമയത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് ക്യൂട്ടീനെ കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറയാ, ഋതു കൺഗ്രാജുലേഷൻസ്, ട്രിപ്ലറ്റ്സ് ആണ്. ഞാൻ ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് റീൽസിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു, വെയിറ്റിംഗ് ഫോർ ന്യൂ ബേബീസ്. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ആശംസകളുടെ പ്രവാഹമായിരുന്നു. എന്നാന്നറിയാമോ? ഒരു ലോഡ് കൺഗ്രാജുലേഷൻസ്. അടുത്തത് റെസ്റ്റ് ചെയ്യണം, ഓടരുത്, ചാടരുത്, ബൈക്കിൽ സഞ്ചരിക്കരുത്, ബസ്സിന്റെ ഫ്രണ്ട് സീറ്റ് ഇരിക്കരുത്, എരിവുള്ള ആഹാരം കഴിക്കരുത്. ഇതൊക്കെ ഞാൻ ഇവിടെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനും നിങ്ങൾ തന്നെ പറ. അങ്ങനെ കുഞ്ഞുങ്ങളുടെ വരവായി. കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫോറിൻ സായിപ്പിന്റെ കട്ടൊന്നുമില്ല, എന്തോ ചരി നടന്നിട്ടുണ്ട്. അതെന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല.
സാറും പട്ടി സാറും വീട്ടിൽ നിന്ന് തന്നെ കഥ കൊണ്ടുവന്നേക്കോ അല്ലേ? അതെ. ഈ പറഞ്ഞ സംഗതികളൊക്കെ നടന്നതാണോ? അങ്ങനെ എന്തെങ്കിലും? അത് നടന്നതാ. ആഹാ, നൈസ്. ഓൾറെഡി ഒരു വലിയ പെറ്റ് ലവർ ആണ് കേട്ടോ. വീട്ടില് പേർഷ്യൻ കാറ്റ് ഉണ്ടോ തന്റെ വീട്ടില്? ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? പറഞ്ഞാണോ സംശയം പറഞ്ഞതാണ് കഴിഞ്ഞ പറഞ്ഞാണല്ലേ? എന്നാലും ഒന്നുകൂടെ പറഞ്ഞോളൂ. എത്ര എണ്ണം ഉണ്ട് തന്റെ വീട്ടില് പേർഷ്യൻ കാറ്റ്? ഇപ്പൊ 8 ഉള്ളൂ. 8 എണ്ണം ഉണ്ട് ഇപ്പൊ. 8 ഉണ്ട്. പൂച്ചയുണ്ട്, 4 പട്ടിയുണ്ട്. 4 പട്ടി 8 പൂച്ചയുണ്ട് നിങ്ങളുടെ വീട്ടില്. അമ്മ തന്നെയാണ് ഇതിനെയൊക്കെ നോക്കുന്നത്? അമ്മയും ഞാനും രണ്ടുപേരും നോക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അത്യാവശ്യം നല്ല ഒരു വിഷയമായിരുന്നു. എനിക്ക് ചില സ്ഥലങ്ങളിൽ ചില പിള്ളേര് കഥ പറയുന്ന പോലെ തോന്നി. പണ്ട് എന്റെ വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു. പൂച്ചമ്മ രാവിലെ പാല് കുടിക്കും. പാല് കുടിച്ച ശേഷം ഈ പൂച്ചമ്മ മുറ്റത്തേക്ക് ഇറങ്ങും. മുറ്റത്തേക്ക് ഇറങ്ങുന്ന പൂച്ച അവിടെ മുഴുവൻ അങ്ങനെ ഒരു ട്യൂണിങ്ങും അങ്ങനെ ഒരു കഥയും ചില ഒരു ജോക്കില്ലാത്ത സ്റ്റേറ്റ്മെന്റുകളുണ്ടല്ലോ. രാവിലെ തന്നെ ഇറങ്ങും, എന്നിട്ട് ഈ പൂച്ച മുറ്റത്തോട് നടക്കും, അതിലേ പോവും ഇതിലേ പോവും, എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ മീൻ കട്ടെടുക്കും, എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ ആ പൂച്ച. ഇതിനകത്ത് കോമഡി ഒന്നെങ്കിൽ ഇതിന്റെ ഒരു റിലേറ്റിവിറ്റി വെച്ച് നമുക്ക് ചിരി വരണം, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു കാര്യം അതിനകത്തുണ്ടാകണം. ഇതിനകത്ത് കുറേയധികം കാര്യങ്ങൾ, കുറച്ച് സ്റ്റേറ്റ്മെന്റുകളായിരുന്നു. ഇത് അവിടെ നിന്ന് പോവും, അവിടെ പോവും, എടുത്തോണ്ട് വരും, കിട്ടും എന്നൊക്കെ ഉള്ളത്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് നർമ്മം ഉണ്ടാക്കാവുന്ന സ്ഥലങ്ങൾ, ഇപ്പം ഈ വെയിറ്റിംഗ് ഫോർ ബേബീസ് എന്നുള്ള കമന്റ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഓടിച്ചിട്ട് പറയുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ തന്നെ എനിക്കൊരു കമന്റ് വന്നു, ബസ്സിന്റെ ഫ്രണ്ടിൽ ഇരിക്കരുത്, ബൈക്കിന്റെ പുറകിൽ കയറരുത്, മറ്റൊരു ഈ സാധനം നിങ്ങൾക്ക് ഒന്ന് വരിപ്പിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു ഇത് ചെയ്യണമെന്ന്. ഇത് എന്നിട്ട് നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോടി, ആരാ ഇതിന്റെ പിന്നിൽ നിന്നൊരു അമ്മായി ചോദിച്ചു, ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ച് ഇത് പറഞ്ഞു അങ്ങനെ അവസാനം പ്രസവിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ചില ബിൽഡപ്പ് വന്നിരുന്നെങ്കിൽ നന്നാകുന്ന തമാശകൾക്ക് ബിൽഡപ്പ് ഇല്ലാതെ പോയി. നല്ല കുറച്ച് സ്പീഡ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഈ വിഷയത്തോട് നിങ്ങളൊരു പെറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഇൻറ്റിമസി ഉണ്ട്. നിങ്ങൾക്ക് ഇതിനൊക്കെ വിഷ്വൽ കാണാനും ഈ വിഷയങ്ങളെല്ലാം പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും രസമൊക്കെ ഉണ്ട്. അതിന് ആ പൂച്ച വരുന്നതും പട്ടി വരുന്നതും പട്ടി പോയി മിണ്ടുന്നതും പൂച്ചയ്ക്ക് ഇണയെ കൊണ്ടുവരുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമായതുകൊണ്ട് നിങ്ങൾക്ക് അതിനൊരു സുഖമുണ്ട്. പക്ഷെ ഒരു തുള്ളിക്ക് തമാശ കുറവുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയം തോന്നി. തന്റെ പൂച്ചയുടെ ശബ്ദം വളരെ നന്നായിരിക്കുന്നു. അതേറ്റു, പൂച്ചയുടെ ശബ്ദം ഏറ്റു. ചില പൂച്ചയും പട്ടിയൊക്കെ കേൾക്കും. ഞാനൊരു പട്ടി ഒരു ദിവസം നടന്നു പോകുമ്പോൾ അതിന്റെ അടുത്തുകൊണ്ട് വണ്ടി ഒതുക്കി. പട്ടി ഇങ്ങനെ റോട്ടിൽ കൂടെ എങ്ങോട്ടാ പോകുന്നില്ല. ഞാൻ വണ്ടി നോക്കിയിട്ട് എടാ പോടാ തിരിച്ചു പോടാ, ഞാൻ പുള്ളി ഒന്ന് നോക്കിയിട്ട് തിരിച്ചു ഒറ്റ പോക്ക്. ഒരു കാര്യമില്ല, നമ്മൾ പറഞ്ഞ അതുപോലെ അനുസരിക്കുന്ന പൂച്ചയും പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിരുന്നു. ഋതു എന്തോ ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ. എനിക്ക് ഋതുവിന്റെ ഇവിടെ പേര് വിളിച്ചപ്പോ മുതൽ ഈ പാട്ടിങ്ങനെ പാടാനായിട്ട് ഇങ്ങനെ നാവിൻ തുമ്പത്ത് നിൽക്കായിരുന്നു. പിന്നെ തൊടുപുഴയിൽ എവിടെ വീട്? തഴയന്താണി അല്ല. ഞാൻ ഒന്ന് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്റെ അമ്മ ഒരു തൊടുപുഴക്കാരിയാണ്. ആസിഫ് അലിയുടെ വീടിന്റെ അടുത്ത ഏകദേശം. ഓ അത് ശരി. അമ്മ തൊടുപുഴ മണക്കാടാണ്. അപ്പോൾ തൊടുപുഴ എന്ന് കേട്ടപ്പോൾ പ്രത്യേകിച്ചൊരു എന്താ പറയാ ഒരു അറ്റാച്ച്മെന്റ് തോന്നി. പിന്നെ എടുത്ത സബ്ജക്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാനും പ്രത്യേകിച്ചൊരു പെറ്റ് ലവറാണ്, പ്രത്യേകിച്ച് ഒരു പൂച്ച പ്രേമിയാണ് ഞാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞങ്ങള് ആദ്യം ഇവിടെ തൃക്കാക്കര എന്ന് പറഞ്ഞ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ 10 പൂച്ച ഉണ്ടായിരുന്നു. അതിനെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് എനിക്ക് പൂച്ചയുടെ വീട്ടിൽ ഇവര് താമസിക്കുമായിരുന്നു. ശരിയാണ്, ആയിരുന്നു. അതിന്റെ തലമുറകളായിട്ട് തന്നെ ഉണ്ടായിരുന്നു. മൂത്ത പൂച്ച, മുത്തിപ്പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരിട്ടിട്ടുണ്ട്. ഉരുണ്ട പൂച്ച ഉണ്ടൻ, പിന്നെ നല്ല സുന്ദരി ആയിട്ടുള്ള പൂച്ച സുന്ദരി, അങ്ങനെ. പിന്നെ എങ്ങനെയോ ക്രോസ് ചെയ്തൊരു പഞ്ഞി, നമ്മളുടെ ഈ പേർഷ്യൻ ക്യാറ്റിന്റെ പോലെ ഒരു പഞ്ഞിയായിട്ടുള്ള ഒരു പൂച്ച ഉണ്ടായിരുന്നു. ഞങ്ങൾ പഞ്ഞിക്കട്ടാന്ന് വിളിച്ചിരുന്നത്. പൂച്ചയായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആണ് ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. അതിൻ്റെ ഒരു സങ്കടം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയും, അതുങ്ങളുടെയൊക്കെ ശാപം ഉണ്ടാവും എന്ന് പറയും. ഇപ്പോൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒന്നാമത് ടെൻഷൻ നല്ലപോലെ ഉണ്ടായിരുന്നു. ഇത് എവിടെ തുടങ്ങണം, ഇത് എവിടെ നിർത്തണം, എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്നുള്ളൊരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നതും. പിന്നെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു കുറച്ചുകൂടെ ഹ്യൂമറും കൂടി കുറച്ചൊക്കെ ആഡ് ചെയ്ത് കുറച്ചൊന്ന് വലിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ നല്ല നമുക്കൊരു കൗതുകം. ചിലപ്പോൾ പിഷു നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരു പെറ്റ് ലവേഴ്സ് ആയതുകൊണ്ട് നമുക്കൊക്കെ കുറച്ചുകൂടെ ഈസിലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇങ്ങനെ മൈൻഡിൽ നമ്മളുടെ ഇങ്ങനെ ഒരു വിഷ്വൽ ചെയ്ത് വരുന്ന ഒരു സബ്ജക്റ്റാണിത്.
പക്ഷെ കുറച്ചുകൂടെ ഹ്യൂമറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നണേ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിക്കാൻ വേണ്ടി കാണുന്ന പെറ്റ്സിന്റെ റീൽസ് ആണ് അല്ലേ? കൂടുതൽ കാണുന്നുണ്ട് ഈ പെറ്റ്സിനെ തന്നെ ഡബ് ചെയ്തിട്ടൊക്കെ കുറെ കാണുന്നുണ്ട്. കേശവമാമനൊക്കെ രശ്മിക മന്ദാന ജിമ്മിൽ പോണതൊക്കെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. പെറ്റവറാണ്. എന്നാലും ഒരു ദിവസം ഇരുന്ന് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നതിന്റെ ഞാൻ നോക്കുമ്പോൾ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഞാനടുത്ത് പുള്ളി ശരീരം നന്നാക്കാൻ വേണ്ടി എന്തോ നോക്കുമ്പോ രശ്മിക മന്ദാന ജിമ്മിൽ വലിയ കട്ട എടുക്കുന്നത് ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്നുണ്ട് പുള്ളി. ഓക്കെ, അത് കേശവമാമന്റെ കാര്യം. പക്ഷെ നമ്മള് ഭൂരിഭാഗം ആൾക്കാരും അല്ലെ നന്നായിട്ട് എഡിറ്റഡ് വേർഷൻസ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. വീഡിയോസ് ഒക്കെ ഒത്തിരി. അതെ അതെ, ഒത്തിരി ഉണ്ട് റീൽസ് ഒക്കെ. അപ്പൊ അതിലൊക്കെ ഒത്തിരി ഹ്യൂമർ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടി ആയിരുന്നു. കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതേപോലെ തന്നെ പെറ്റ്സിന്റെ കുറെ നല്ല സ്റ്റോറീസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ കാത്തിരിക്കും. അപ്പോൾ അതിൽ ഹ്യൂമർ വേണം, ഹ്യൂമർ കിട്ടാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും. കുറച്ചുകൂടി ഒന്ന് ഹോംവർക്ക് ചെയ്തേ, കുറച്ച് ഹ്യൂമർ ആഡ് ചെയ്ത്. സ്പോൺസറുണ്ട് ഇവിടെ. സ്പോൺസറെ, എന്റെ വീട്ടിൽ ഒരുപാട് പൂച്ചകളുണ്ട്. എന്റെ വീടിന്റെ ടെറസിന്റെ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചകളുടെ ഓയോ ഹോട്ടലാണ്. പിന്നെ എന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ തന്നെയാണ് അവരുടെ ഹോസ്പിറ്റലും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഈ പൂച്ചയുടെ ഒരു സംഭവം പറഞ്ഞില്ലേ, മീനൊക്കെ കട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഒരു കോമഡി വേണമെങ്കിൽ കേറ്റാമായിരുന്നു. ഈ പൂച്ചയുടെ അടുത്ത് മോള് പറയുന്നു, മോളെ നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എലീനെ പിടിക്കുക എന്നുള്ളതാണ്. എലീനെ പിടിക്കണം എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നു. അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മോളിങ്ങനെ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് കറുമുറ 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 എന്നൊരു ഒച്ച. അപ്പൊ മോള് ഓടിച്ചെല്ലുന്നു, ടോർച്ചടിച്ച് നോക്കുമ്പോ എന്താ എലി പൂച്ച അച്ചപ്പൻ ചേട്ടന്റെ അച്ചപ്പൻ നിന്നോണ്ടിരിക്കുന്നു. കറുമുറ കറുമുറ അല്ലേ? അതങ്ങനെ ചെയ്യാൻ അല്ല, അത് ഞങ്ങൾ കട്ട് ചെയ്ത് കളയും. അങ്ങനെ അതിന് ഇടവഴി ഒരു പ്രൊമോഷൻ കയറ്റി വിടാൻ പറ്റില്ല. നിങ്ങൾ കൺഫേം ചെയ്യാണ്ട് നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അച്ചപ്പൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത്? വേണമെങ്കിൽ ഒരു കോമഡി ആ വഴിക്ക് കേറ്റാമായിരുന്നു. കോമഡി വരെ ഓക്കെയാണ്, പക്ഷെ അച്ചപ്പൻ തിന്നുന്നത് ഇച്ചിരി അച്ചപ്പൻ വേണ്ട, വേറെ ഏതെങ്കിലും ഉണ്ണിയപ്പം തിന്നുന്നത്. അതിൽ കറുമുറ ശബ്ദം ഉണ്ടായാൽ മതി. അല്ല, ചുരുക്കം പറഞ്ഞാൽ എലിക്കും പൂച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അച്ചപ്പാണത്. കുഴപ്പമില്ല. എന്തായാലും ജഡ്ജസ് പറഞ്ഞതുപോലെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഹ്യൂമർ ആഡ് ചെയ്ത് നെക്സ്റ്റ് ടൈം വരൂ. പക്ഷെ ഒരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മാർക്സ് നമുക്ക് കുറച്ച് കഴിഞ്ഞറിയാം. താങ്ക് യു. വൺസ് അപ്പോൺ എ ടൈമിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.